മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഊർജിത കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനായി മെലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന ശില്പശാലയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CR അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കീല ബ്ലോക്ക് കോർഡിനേറ്റർ M ഗോപാലൻ, RGSA തീമാറ്റിക് എക്സ്പേർട്ട് സുഭാഷിണി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇതോടൊപ്പം എല്ലാ വാർഡുകളിലും സംഘാടക സമിതികൾ രൂപീകരിച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ശില്പശാലയിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ AK യൂസഫ് ഹാജി, V ശശിധരൻ, അജിത ആലിക്കൽ, CP വേലായുധൻ, കുടുംബശ്രീ സീഡ് ചെയർപേഴ്സൺ N ശ്രീലേഖ, BOമാരായ N സാജൻ, KP മിഥുൻ, IRTC കോർഡിനേറ്റർ അൻസാഫ് പാലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. റോഡിലൊക്കെ തുപ്പുന്ന ആൾക്കാർ യാതൊരു ഉളുപ്പുമില്ലാതെ അറപ്പില്ലാതെ തുപ്പുന്നു നടന്നു പോകുമ്പോൾ അല്ലേ, ഇന്നൊക്കെ അതിന് മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ. അതെന്താണ്, നിരന്തരമായ നമ്മുടെ ഇത്തരം എല്ലാ അവബോധ ക്ലാസ്സുകൾ, ആളുകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, അവരെ അതിൻ്റെ പ്രയാസം 25% ആളുകളൊക്കെ അത് ചെയ്യും. എങ്കിലും ഒരു ആൾ തുപ്പാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ട് സ്വകാര്യമായിട്ടാണ് ചെയ്യുക. നമ്മുടെ രാജ്യം അതിനനുസൃതമായിട്ട് വികസിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ വസ്തുത. കാരണം ഇവിടെ പറഞ്ഞതുപോലെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ തുപ്പാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടില്ല. മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടില്ല. മാലിന്യം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇടണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ അതിനാവശ്യമായ സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നാണ് സത്യം. നമ്മളിവിടെ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റൊരു പരിപാടി നടക്കുന്നില്ല. പൊതുസ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ആളുകൾ വലിച്ചെറിയുന്നു? ഇതിന് ഒരു വാഹനത്തിൽ പോകുന്ന ഒരാൾക്ക് വാഹനത്തിൽ അത് വൃത്തികേടാണ്. കുറച്ച് നേരം വെച്ചാൽ ഒന്നുമില്ല, ഭക്ഷണ സാധനങ്ങളാണെങ്കിലും സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത് റോഡിൽ നിന്ന് പതുക്കാൻ ആരും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് പതുക്കെ ഒരു കേസിലാക്കിയിട്ട് എത്തേറാണ്. അപ്പം മേലാറ്റൂർ പഞ്ചായത്ത് പരിപൂർണമായിട്ടും വീട്ടുകാർ തന്നാലും നമ്മുടെ പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.